ഇപ്പോൾ പൊന്നാനിയിൽ ഇമ്പിച്ചി ബാവ അനുസ്മരണത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ കണ്ടു. ഇവൻ ആവശ്യപ്പെട്ടു, എന്ത് വില കൊടുത്തു ബാബറി മസ്ജിദ് രക്ഷിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ തരാം എന്നറിയിച്ചു. പട്ടാളത്തെ കാവൽ നിർത്തി മസ്ജിദ് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. അന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി BJP-കാരനായ കല്യാൺ സിംഗ് ആയിരുന്നു. ആ ഗവൺമെന്റ് നിലനിർത്തിക്കൊണ്ട് പട്ടാളത്തെ അവിടെ നിയോഗിച്ചാൽ മസ്ജിദ് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അന്ന് നരസിംഹറാവു അത് ചെയ്തില്ല. ബാബറി മസ്ജിദ് ഇടിച്ചു നിരപ്പാക്കുമ്പോൾ കോൺഗ്രസും നരസിംഹറാവുവും നോക്കി നിന്നു. ബാബറി മസ്ജിദ് ഇടിച്ച് നിരപ്പാക്കി. RSSകാർക്ക് അതിന് അവസരം ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്. അധികാരം ഉണ്ടായിരുന്ന കാലത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയാത്ത കോൺഗ്രസിന് ഇനി അധികാരമില്ലാത്ത ഇപ്പോൾ ആണോ മതനിരപേക്ഷത രക്ഷിക്കുമെന്ന് മുസ്ലിം ലീഗുകാരോട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അധികാരം ഉണ്ടായിരുന്ന കാലത്ത് എന്തു ചെയ്തു? എന്താണ് നാം ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടത്? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് അയോധ്യയിലെ തർക്കസ്ഥലത്ത് ശിലാന്യാസം നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്തിന് അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധി. അതിന്റെ അനന്തരഫലമാണ് ബാബറി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് ചെന്നെത്തിയത്. അന്ന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഇന്ന് ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിയും എന്ന് ഉത്തർപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സ്ഥലം ഇന്ന് കേസിലാണ്. പള്ളി നിന്ന സ്ഥലം, ബാബറി മസ്ജിദ് നിന്ന സ്ഥലം, ആ ഭൂമി ആരുടേതാണ്? ഇതാണ് കോടതിയുടെ മുമ്പിലുള്ള കേസ്. 2 ഏക്കർ 77 സെന്റ് സ്ഥലമാണ് ബാബറി മസ്ജിദ് നിന്ന സ്ഥലം. ഈ 2 ഏക്കർ 77 സെന്റ് സ്ഥലത്തിന്റെ ഉടമസ്ഥത ആർക്കാണ്? ഇതാണ് കോടതി തീരുമാനിക്കേണ്ടത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞു, ഈ പ്രശ്നം സുബ്രഹ്മണ്യസ്വാമി മധ്യസ്ഥം പറയട്ടെ. സുബ്രഹ്മണ്യസ്വാമി നേരത്തെ നിലപാട് വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ്. ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം വേണമെന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ട സുബ്രഹ്മണ്യസ്വാമിയെ എന്തിന് സുപ്രീം കോടതി മധ്യസ്ഥനായിട്ട് തീരുമാനിച്ചു? ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ CPM-ന്റെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ നമ്മുടെ സീതാറാം യെച്ചൂരി ഉടനെ തന്നെ പ്രതികരിച്ചു, ഇത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിക്ക് പുറത്ത് തീരുമാനിക്കേണ്ടെന്ന മധ്യസ്ഥം പറയേണ്ടതിന്റെ പ്രശ്നമല്ല ഇത്. കോടതി ഉത്തരവാദിത്വം നിർവഹിക്കണം. കോടതി എന്ത് നിലപാട് സ്വീകരിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണം എന്ന് സഖാവ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. RSS സുപ്രീം കോടതി നിലപാട് പുറത്തു വന്നപ്പോൾ പറഞ്ഞു, സ്വാഗതാർഹമാണ് നിലപാട്. ഉടനെ കോൺഗ്രസിന്റെ വക്താവ് സുർജോ സിംഗ് പറഞ്ഞു, സ്വാഗതാർഹമാണ്. ഈ പ്രശ്നത്തിൽ കോൺഗ്രസിനും RSSനും ഒരേ നിലപാടാണ്. ആദ്യം മുതൽ ഈ പ്രശ്നങ്ങളിൽ സ്വീകരിച്ചു വരുന്ന RSSന്റെ നിലപാടിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ ഈ പ്രശ്നത്തിൽ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും? ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി, മുസ്ലിം നിയമ ബോർഡ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവരെല്ലാം പറഞ്ഞു കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന്. കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള നിലപാട്, വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? കോൺഗ്രസിന്റെ വിനീത വിധേയരായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ പ്രശ്നത്തിൽ ഒരു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ
സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് ദേശീയ തലത്തിൽ വന്നിട്ടുള്ളത്. ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ഇവിടെ ലീഗിന് 4 മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? അവർ രാജിവെക്കണം എന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പറഞ്ഞപ്പോൾ ബാബറി മസ്ജിദിനേക്കാൾ വലുത് 4 മന്ത്രിസ്ഥാനമാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയ പാർട്ടിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് എങ്ങനെയാണ് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കുക? ആ പ്രശ്നത്തിന്റെ പേരിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടോ മുസ്ലിം ലീഗ് വിട്ട് പുറത്തു പോകേണ്ടി വന്നില്ലേ? രാജ്യത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ കോൺഗ്രസിനെ മതന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യപ്പെടുത്തിയില്ലേ? ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ കക്ഷി സമാജ്വാദി പാർട്ടി 5 വർഷം മുമ്പ് തനിച്ച് ഭൂരിപക്ഷം നേടിയതാണ്. ആ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി, കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കി മത്സരിച്ചപ്പോൾ വിരലിലെണ്ണാവുന്ന സീറ്റ് മാത്രം നേടി. ഏറ്റവും വലിയ തകർച്ച ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് കോൺഗ്രസുമായി കൂട്ടുകൂടിയതുകൊണ്ടല്ലേ? സമാജ്വാദി പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാർ സമാജ്വാദി പാർട്ടി വിട്ടുപോയി. അതിന്റെ അനന്തരഫലമല്ലേ BJPക്ക് ഉത്തർപ്രദേശിൽ 5-ൽ 4 ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്? സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി കൂട്ടുകൂടിയപ്പോൾ മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ അവർക്ക് സാധിച്ചില്ല. മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചില്ല. ഈ കോൺഗ്രസിനെ ഉത്തർപ്രദേശിലെ മുസ്ലിമീങ്ങൾ ഇനിയും വിശ്വസിക്കുന്നില്ല എന്നല്ലേ കോൺഗ്രസുമായി കൂട്ടുകടിയപ്പോൾ സമാജ്വാദി പാർട്ടിക്കുണ്ടായ തിരിച്ചടി വ്യക്തമാക്കുന്നത്? ഉത്തർപ്രദേശിൽ വലിയൊരു വിഭാഗം 20% മുസ്ലിം ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ കോൺഗ്രസ് പാർട്ടി അന്ന് മുതൽ സ്വീകരിച്ചു വരുന്ന RSSനോട് സ്വീകരിക്കുന്ന ഈ മൃദു സമീപനം അത് തന്നെയാണ് ഇപ്പോഴും ബാബറി മസ്ജിദ് പ്രശ്നത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. മലപ്പുറം നാളെ ബൂത്തിലേക്ക്. മലപ്പുറം മണ്ഡലത്തിലെ നിശബ്ദ പ്രചരണം അവസാനിച്ചു. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും മുന്നണികൾ പൂർത്തിയാക്കി. വോട്ടർമാർ നാളെ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക്. ഇപ്പോൾ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ആദ്യം സാങ്കേതികമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒരുപക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചില മെഷീൻ തകരാറുകളുണ്ടായി വ്യാപകമായിരുന്നു മലപ്പുറത്ത്. ഈ സാഹചര്യം കണക്കിലെടുത്തുള്ള കരുതലുകൾ നാളത്തേക്കുണ്ടോ? അവിടെ മുതൽ തുടങ്ങാം. അജിംഷാദ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. വോട്ടെടുപ്പിന് വേണ്ട വോട്ടിംഗ് മെഷീനുകൾ അതാത് ബൂത്തുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ഒരു തടസ്സവുമില്ലാതെ നടന്നിരുന്നു. മലപ്പുറം മണ്ഡലത്തിൽ 1175 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 13,12,000-ത്തിലധികം വോട്ടർമാർ നാളെ ബൂത്തുകളിലേക്ക് എത്തും. ഇതിൽ 49 ബൂത്തുകൾ പ്രശ്നബാധിതമാണ്. ഇവിടെ മലപ്പുറം മണ്ഡലത്തിലേക്കായി 2500 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 കമ്പനി കേന്ദ്ര സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ മലപ്പുറം ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. അജിംഷാദ്, ആദ്യ ദിവസം മുതൽ ഒരുപക്ഷെ പ്രചരണം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ എത്തി നിൽക്കുമ്പോൾ തുടക്കത്തിൽ നിന്നുള്ള വ്യത്യാസം എന്തൊക്കെ രാഷ്ട്രീയമായ മാറിമറിയലുകളാണ് പ്രചരണ രംഗത്തെ ചൂടുപിടിപ്പിച്ചത് അടക്കമുള്ള വിശദാംശങ്ങൾ നേരിട്ട് കുട്ടൻ അറിയാമല്ലോ. അതൊന്ന് വിശദീകരിക്കൂ ഈ ഘട്ടത്തിൽ. അജിംഷാദ്, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ പ്രചാരണം വളരെ സാവധാനത്തിലാണ് നീങ്ങിയതെങ്കിൽ പിന്നീട് വളരെ ആവേശപൂർവമായ
പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് മലപ്പുറം മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. മലപ്പുറത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഇന്നലെ കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ കണ്ടിരുന്നു. UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ വളരെ ആവേശപൂർവമായ പ്രവർത്തനമാണ് നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് നേടിയ വിജയം വലിയ വിജയമാണ് അഹമ്മദ് നേടിയത്. ഏതാണ്ട് 2 ലക്ഷത്തിനടുത്താണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. കൃത്യമായി പറഞ്ഞാൽ 1,94,739 വോട്ടുകൾക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് വിജയിച്ചത്. ആ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ UDF പ്രവർത്തകർക്കുമുള്ളത്. എന്നാൽ അതേസമയം LDF-ഉം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ മലപ്പുറത്ത് മാറിയിരിക്കുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ LDF-ന് സാധിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലാകെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റമാണ് LDF ഉണ്ടാക്കിയത്. അതിൽ തന്നെ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. നമുക്കറിയാം 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ളത്. ഇതിൽ പെരിന്തൽമണ്ണയിലും മങ്കടയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരുന്നു. പെരിന്തൽമണ്ണയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,614 വോട്ടുകൾ UDF-ന് ലീഡുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് അത് വെറും 579 വോട്ടുകളായി കുറഞ്ഞിരുന്നു. മങ്കടയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മങ്കടയിൽ 23,461 വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് UDF സ്ഥാനാർത്ഥിക്ക്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 1,508 വോട്ടായി കുറഞ്ഞു. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും മലപ്പുറത്തും വേങ്ങരയിലും വള്ളിക്കുന്നിലുമെല്ലാം UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഉള്ള മുന്നേറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥിയുടെ വിശ്വാസം. അതുകൊണ്ട് LDF പ്രവർത്തകരുടെ ആത്മവിശ്വാസവും BJP-യും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിംഗ് നില മെച്ചപ്പെടുത്താൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ്. 3 മുന്നണികളും വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങൾ. തീർച്ചയായും കുട്ടൻ സമഗ്രമായ വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. സ്ഥാനാർത്ഥികൾ ശുഭപ്രതീക്ഷയോടെ മലപ്പുറത്തിന്റെ മണ്ണിൽ നാളെ വിധിയെഴുതും ജനങ്ങൾ. വിവരങ്ങളാണ് കുട്ടൻ നൽകിയത്. നാളെ നടക്കുന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിലാണ് വിതരണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപകമായ തകരാർ വന്ന സാഹചര്യം കൂടി പരിഗണിച്ച് മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 13.4 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർക്കായി 1775 പോളിംഗ് ബൂത്തുകളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടെ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രത്യേക കേന്ദ്രങ്ങൾ വഴി പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. പ്രിസൈഡിംഗ് ഓഫീസർമാരും 3 പോളിംഗ് ഓഫീസർമാരും ചേർന്നാണ് ഓരോ ബൂത്തുകളിലേക്കുമുള്ള സാമഗ്രികൾ ഏറ്റുവാങ്ങിയത്. പോളിംഗിനായി 4700ഓളം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വ്യാപകമായി പോളിംഗ് യന്ത്രങ്ങളിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഇത്തവണ കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ മണ്ഡലത്തിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ EVM കമ്മീഷനിങ് സമയത്ത് നമുക്ക് രണ്ടാമത്തെ അത് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് any issue or anything is there or not ഇത് നമുക്ക് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ECIയുടെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി. എനിവേസ് നാളെ ഓൾസോ നമ്മുടെ റിസർവ് ECIയുടെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് സോൾവ് ചെയ്യും. പോളിംഗ് സുരക്ഷ ഒരുക്കുന്നതിനായി 2500 പോലീസുകാരെ മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 4 കമ്പനി കേന്ദ്രസേനയും മലപ്പുറത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കുടിവെള്ളമില്ലാത്തതിനാൽ ദുരിതം പേറുകയാണ് എറണാകുളം ജില്ലയിലെ മുക്കത്തുകരി ആമച്ചാടി ദ്വീപ് നിവാസികൾ. മാസത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന പൈപ്പ് വെള്ളം ആവശ്യത്തിന് തികയാത്തതിനാൽ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് ഇവർ കഴിയുന്നത്. KSFE സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത സാങ്കേതിക നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി. കിഫ്ബിയുമായി ചേർന്ന് KSFE തുടങ്ങാനിരിക്കുന്ന പ്രവാസി ചിട്ടിക്ക് പശ്ചാത്തലമൊരുക്കലും ലക്ഷ്യമിടുന്നു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അധ്യക്ഷനായിരുന്നു. VS ശിവകുമാർ MLA, മേയർ VK പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു.